നാട്ടിലെത്തിയിട്ട് ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഏകദേശം ഒരു 29 മണിക്കൂറായി ഞാനിപ്പോ മര്യാദയ്ക്കൊന്ന് ഉറങ്ങി. പക്ഷെ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്, പെട്ടി തുറക്കലേ. പാറുവിന്റെ ഈ ഒരു റിയാക്ഷൻ വാസ് എവറിത്തിങ് ദാറ്റ് ഐ ഹാവ് എവർ ഡ്രീംഡ് ഓഫ്. അതുകൊണ്ട് തന്നെ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാ സാധനങ്ങളും ഭയങ്കര കൗതുകത്തോടു കൂടിയാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത്. ഈ ബ്രാൻഡഡ് ഷൂവിനൊക്കെ നാട്ടിലേക്കാളും കുറച്ച് വില കുറവാണ് കാനഡയിൽ. സോ അജുവിന് അതും കൊടുത്തു. നോക്ക്, ഇത് തുറന്നു നോക്ക്, പിങ്ക് കളറിലെ ബോക്സ്. ഷൂ മാത്രമല്ല വാച്ചും ഉണ്ടായി. സോ ആള് ഹാപ്പി. അങ്ങനെ പെട്ടിപൊട്ടിയിലൊക്കെ കഴിഞ്ഞ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോ പാറു എനിക്ക് അമ്മ വാരി തന്നാ മതി. അത് കേട്ടപ്പോ ഒരു സുഖം. അത് കഴിഞ്ഞ് റൂമിലേക്ക് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നോക്കിയപ്പോ 5 മണിയായി. ഉറങ്ങിപ്പോയി ഗൈസ്. എന്നിട്ടപ്പോ അമ്മ നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ പൊതിച്ചോറ് തന്നു. ഒന്ന് ചെറുതായി പേടിപ്പിക്കേണ്ടിയൊക്കെ വന്നു. അതൊക്കെ കഴിച്ചിരുന്നപ്പോ അജു നമ്മുടെ പുതിയ കാറിൽ നമ്പർ പ്ലേറ്റ് ഒക്കെ ഒട്ടിച്ച് കൊണ്ടുവന്നു. ഇന്ന് ചായക്ക് കടി നല്ല ചൂട് പഴംപൊരിയായിരുന്നു. ഈ വീട്ടിലെ എന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ടെറസ് ആൻഡ് അവിടുത്തെ സൺസെറ്റും. ഇത് നോക്ക്, അടിപൊളിയല്ലേ? പിന്നെ ഇത് കാണാൻ സിയ ടവറിന്റെ ഒരു ചായ ഇല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അമ്മ വീട്ടിൽ വന്നു. പിന്നെ പാറുവിന്റെ വക കലാപരിപാടികളായിരുന്നു. രാത്രിയാണ് അജുവിന്റെ അമ്മയുടെ വീട്ടിലും ചിറ്റയുടെ വീട്ടിലും ഒക്കെ പോയിട്ട് അവർക്കൊക്കെ സർപ്രൈസ് കൊടുത്തത് കേട്ടോ. ഈ സർപ്രൈസ് കൊടുത്തപ്പോൾ എല്ലാവരുടെയും റിയാക്ഷൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് ഒന്ന് ഓടിച്ചെന്നാൽ മതി, എവറിത്തിങ് വിൽ ബി ഫൈൻ.